ഹലോ എവരിവൺ. വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹമുണ്ടോ? ഞാൻ അതിനുവേണ്ടി ഒരു ബത്തപ്പാടും കാണിക്കുന്നില്ല കേട്ടോ. വെയിറ്റ് കുറയ്ക്കാൻ നിങ്ങൾക്കും അതാവും. കാരണം 62, ഞാൻ സർവീസിലിരിക്കുമ്പോൾ എനിക്ക് 62 കിലോയൊക്കെ തൂക്കമേ ഉണ്ടായിരുന്നുള്ളൂ. 62, 63. വീട്ടിലിരുന്ന് കഴിഞ്ഞപ്പോൾ അത് 72ആയി. എനിക്ക് ഞെട്ടിപ്പോയി 72 കിലോ എന്ന് കേട്ടപ്പോൾ. അന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഒരു പപ്പായ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. നിങ്ങൾ വല്ലവരും കേട്ടിട്ടുണ്ടോ? നിങ്ങൾ അധികം പേരും കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പപ്പായ ഒരു 1/4 കിലോയോ 1/2 കിലോ ഒക്കെ കുക്കറിനകത്ത് തൊലി ചെത്തുക എന്ന് പറഞ്ഞാൽ ചെത്തിക്കഴിഞ്ഞിട്ട് കഴുകരുത്. അതിൻ്റെ ആ കറയോടുകൂടി കപ്പ വിഴുങ്ങുന്ന പോലെ കുക്കറിലോട്ട് അങ്ങ് വേവിക്കും കേട്ടോ. ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അങ്ങ് വേവിക്കും. ഇച്ചിരി ഉപ്പ് ഇടും. വെറും വയറ്റിൽ അതിൻ്റെ ആ വെള്ളം അങ്ങ് കുടിക്കും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഞാനെന്ത് ചെയ്യും, എനിക്കിഷ്ടമാണ് അതിങ്ങനെ മുളക് ചമ്മന്തി കൂട്ടി വെറുതെ കപ്പ തിന്നുന്ന പോലെ തിന്നാൻ. അങ്ങനെ അതും അങ്ങ് തിന്നും. അങ്ങനെ ഒരു 20 ദിവസം ഞാൻ കണ്ടിന്യൂസ് ചെയ്തു. എന്നോട് പറഞ്ഞ ആൾ പറഞ്ഞു, അയ്യോ അത്രയും കഴിച്ചു കൂടായിരുന്നു, ഒരു 10 ദിവസമോ 15 ദിവസമോ മതിയായിരുന്നു. എനിവേ 20 ദിവസം കൊണ്ട് എൻ്റെ 6 കിലോ കുറഞ്ഞു കേട്ടോ. ഞാൻ 1-2 ഡോക്ടർമാരോട് അഡ്വൈസ് ചോദിച്ചിട്ടാണ് കേട്ടോ. വെറുതെ അല്ല ചെയ്തത്. കാരണം വേറെ വല്ല കിഡ്നിയോ വല്ല എഫക്റ്റ് ചെയ്യുമോ ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കറയാണ് നമ്മുടെ ഫാറ്റ് ഉരുക്കി കളയുന്നതെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് നല്ല വയറായിരുന്നു കേട്ടോ. വയറും ഉണ്ടായിരുന്നു, വെയിറ്റും ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ എനിക്ക് ഹൈറ്റ് കുറവാണ് കേട്ടോ, അതറിയണം. ഹൈറ്റ് എനിക്ക് 4'6" എത്രയാണ്, ഏതാണ്ട് ചെറുതാണ്. എനിക്ക് സെൻറ്റിമീറ്ററിലൊന്നും ഓർമ്മയില്ല കേട്ടോ. ഹൈറ്റ് കുറവാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഞാനൊരു കുള്ളത്തിയ. എനിവേ തടിയോടെ വെക്കുമ്പം പിന്നെ പറയണ്ടല്ലോ. ചെറുപ്പത്തിലെ തടി ഉണ്ടായിരുന്നാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ചെറുപ്പകാലത്ത് കപ്പയൊക്കെ തിന്നുമായിരുന്നു കേട്ടോ. കപ്പ വലിയ ഇഷ്ടമായിരുന്നു. അന്നറിയില്ലല്ലോ കപ്പ ഇഷ്ടമാണ്. ഒരു പ്ലേറ്റ് തന്നെ ഇത്രയും കപ്പ തന്നെ ഞാൻ ചിലപ്പം കഴിക്കും കേട്ടോ. ഇത് ഹാഫ് പ്ലേറ്റാണ് കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ മെയിൻ ഫുഡെന്ന് പറയുന്നത് ഉച്ചയ്ക്കുള്ള ഭക്ഷണമാണ്. അതിനകത്ത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇലക്കറി ഡെയിലി ഉണ്ടാവും കേട്ടോ. എല്ലാവർക്കും ഇലക്കറി പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു ലൂസ് മോഷൻ വല്ലതും ഉണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിച്ചു. എനിക്ക് അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല കേട്ടോ. വീട്ടിലുള്ളതാണ്, വിഷമുള്ളതൊന്നുമല്ല. വാങ്ങി അതിനകത്തൊന്നുമില്ല. ഇത് കുറച്ച് അത്തിക്കായുണ്ട് കേട്ടോ. ഞാനപ്പോൾ അത് ഇച്ചിരി പരിപ്പിട്ട് വെച്ചാൽ, പരിപ്പായതുകൊണ്ട് പ്രത്യേകം എടുത്ത് കാണിക്കുന്നില്ല. പരിപ്പ് അങ്ങ് വെന്ത് അതിൻ്റെ കൂടെ ചേർന്ന് പോയി കേട്ടോ. അതുകൊണ്ട് ടേസ്റ്റാണ്. ഇത് പിന്നെ മീനിച്ച് മുളക് അരച്ചത്. അപ്പോൾ മീനകത്ത് മുളക് പിന്നെ പ്രോട്ടീനുണ്ട്, പരിപ്പിനകത്തുണ്ട്. പിന്നെ വീട്ടിലുണ്ടായത് തന്നെയാണ്. പിന്നെ വെണ്ടയ്ക്ക ഒരു 3-4 എണ്ണം കിട്ടി. അതൊരു തോരൻ. എല്ലാം തോരനാണ്, എല്ലാം തേങ്ങയാണ് കണ്ടോ, തേങ്ങ ചേർത്താണ്. അപ്പം പൊന്നാങ്കണ്ണിച്ചീര ഇവിടെ എൻ്റെ ആവശ്യത്തിനുണ്ട് കേട്ടോ. അതുകൊണ്ട് അത് ഡെയിലിയും കുറച്ച് കഴിക്കുന്നുണ്ട്. ചിലപ്പോൾ അതല്ലാത്ത വേറെ വല്ലതും വെക്കും. എന്തുമായാലും ഇലക്കറി ഡെയിലി മസ്റ്റാണ് എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഇത് നിങ്ങൾ തന്നെ പറയാം, ഇത് 1/5 പോട്ടെ 1/4 അല്ലേ ഈ ചോറുള്ളൂ. ഇത്രയും ചോറേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ഉള്ളിലോട്ടൊന്നും ഇങ്ങോട്ടൊന്നും ചോറില്ല. നിങ്ങൾക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഞാനൊന്ന് കാണിക്കാം. ഇത്രയും തന്നെ ചോറേ ഉള്ളൂ. അതിൻ്റെ അടിയിലൊന്നും ചോറൊന്നും ഇല്ല കേട്ടോ. തോന്നും ചോറിൻ്റെ പുറത്തങ്ങ് കറി ഇട്ടാന്ന്. നല്ല കേട്ടോ, ഇത്രയേ ഉള്ളൂ. ഒരു തവിച്ചോറ്, നമ്മുടെ ചെറിയ തവിക്ക്, അത്രയേ ഉള്ളിത്. അപ്പോൾ ഉച്ചയ്ക്കാണ് എൻ്റെ മെയിൻ ഫുഡ്. രാവിലെ എന്തെങ്കിലും ഒരു പീസ് കേട്ടോ. അത് ദോശയാണ്, ഒരു 1-1.5 ദോശയായിരിക്കും കേട്ടോ. എല്ലാവരും ഒരു തവി ഒഴിച്ച് ദോശ ഉണ്ടാക്കി, ഞാൻ 1.5 തവി ഒഴിച്ച് ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു. എന്ന് പറഞ്ഞാൽ എൻ്റെ എളുപ്പത്തിന് വേണ്ടി അത് ഒരെണ്ണമായിട്ട് ഉണ്ടാക്കും. അതിൻ്റെ കൂടെ സാധാരണ എന്തെങ്കിലുമൊക്കെയാണ് കഴിക്കുന്നത് കേട്ടോ. ദോശയാന്ന് അപ്പോൾ എന്തുവാന്ന് എനിക്കെന്തെങ്കിലും അപ്പമാണെങ്കിൽ അത്. പിന്നെ മുട്ട കഴിക്കും കേട്ടോ. ഞാൻ ഒരു ഭക്ഷണത്തിന് ഞാൻ കഴിക്കുകയില്ല എന്ന് വെച്ചിട്ടില്ല. നിങ്ങളങ്ങനെ പേടിക്കണ്ട. ഭക്ഷണം കഴിക്കാതാണ് തടിവ്. അല്ല, എന്തെങ്കിലുമൊക്കെ അവോയ്ഡ് ചെയ്തിട്ടാണ്. ഒന്നും അവോയ്ഡ് ചെയ്യുന്നില്ല. അവോയ്ഡ് ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ് മാത്രം. ചോറിൻ്റെ അളവ്, ചപ്പാത്തി, ദോശ ഇങ്ങനെയുള്ളതിൻ്റെ അളവ് കുറയ്ക്കുന്നു. ഓട്സ് ആണെങ്കിൽ 2 സ്പൂണ് കേട്ടോ. 2 സ്പൂണ് ഓട്സ് ഇടുക. ഇതിലും വലിയൊരു കപ്പുണ്ട് കേട്ടോ. ഇതിൻ്റെ ഡബിൾ ഉണ്ടാകും കേട്ടോ. ആ കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിക്കുക, ഡൈല്യൂട്ടായിട്ട്. ഇച്ചിരി ഉപ്പ് ഇടുക. അതിൻ്റെ കൂടെ എന്തെങ്കിലും കൂട്ടിയെങ്കിലായി. അല്ലാതെ വല്ലതും വേണമെന്നൊന്നും എനിക്ക് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അതാണ് വൈകിട്ടത്തെ ഭക്ഷണം. അതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഫ്രൂട്ട്സ് കഴിക്കും കേട്ടോ. നട്ട്സ് ഉണ്ടോ അത് കഴിക്കും. ഇപ്പോൾ ഇച്ചിരി തടി കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഇച്ചിരി എനിക്ക് തോന്നി ഈ വ്ളോഗൊക്കെ തുടങ്ങിയപ്പോഴേ ഭക്ഷണമൊക്കെ ഇച്ചിരി കൂടുതൽ കഴിക്കുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട്. പിന്നെ എന്തോ ആയാലും ഞാൻ കാർബോഹൈഡ്രേറ്റ് കപ്പയൊക്കെ ആണെങ്കിൽ വല്ലപ്പോഴും കൊതിക്കൊരു ശകലം കഴിക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം കഴിക്കും. അവോയ്ഡ് ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ് മാത്രം കേട്ടോ. അത് പിന്നെ ഇത് പറഞ്ഞില്ലേ, ഇതിനകത്ത് എല്ലാ പോഷകാംശങ്ങളും ഉള്ള ഭക്ഷണമുണ്ട്.
പിന്നെ ഇച്ചിരി ചോറേ കഴിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ ഇതൊക്കെ കൂട്ടി ഞാൻ കഴിക്കുക. അതിന് വേണ്ടി ഒരു ചാറുണ്ടായിരുന്നു, വെച്ചാൽ 3-4 ദിവസം കൊണ്ട് തീരത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ ചെറിയ ചാറെങ്ങനെ വെക്കുന്നത്, ഇത്രയും ചോറ് ഉണ്ടെങ്കിൽ എത്ര ചാറ് വേണം. പിന്നെ മീൻ ചാറ് മുളകിട്ടൊന്നും ഞാൻ കഴിക്കുകയില്ല കേട്ടോ. എന്നാലും വേണേ ഇതൊക്കെ കൂട്ടി ഞാൻ കഴിച്ചോളൂ. അതുകൊണ്ട് ചാറ് എടുത്തിട്ടില്ല, ചാറുണ്ട് കേട്ടോ. പിന്നെ അപ്പം നമ്മൾ അറിയേണ്ടത് ഇതൊക്കെയാണ്. എന്തുവാ, കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക. നമ്മുടെ മുമ്പിൽ കിട്ടുന്ന ഏത് ഭക്ഷണവും, അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാത്ത അലർജി ഒന്നും ഇല്ലാത്ത ഏത് ഭക്ഷണവും കഴിക്കാം. എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം കേട്ടോ. ഇതിന് മുമ്പ് ഞാനെന്ന് പറഞ്ഞാണ്, ഇന്നലെ ഞാൻ ഒരു ലോങ് ജേർണി ആയിരുന്നു കേട്ടോ. ഫുൾ ഡേ പകൽ യാത്രയായിരുന്നു. രാത്രി ഇങ്ങ് വന്നപ്പം പിന്നെ രാത്രിയായി എത്തിയത്. അപ്പം പല വീടുകളിലൊക്കെ പോയ ഒരാൾക്ക് നല്ല കുടവയറ്. എൻ്റെ കൂടെ വന്ന അവരുടെ ബ്രദറാണ്. അപ്പം ഞാൻ പറഞ്ഞ എൻ്റെ ബേബി വയറ് കുറച്ചേ പറ്റുള്ളൂ കേട്ടോ. അതിന് ഞാൻ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് കാണിക്കാൻ നോക്കിയപ്പോൾ ഒരു തരത്തിലും അതിനകത്ത് ഇങ്ങനത്തെ എൻ്റെ ഫുഡൊന്നും ഒരു ഫോട്ടോ ഇല്ലായിരുന്നു കേട്ടോ മൊബൈലിൽ. അപ്പോൾ എനിക്ക് തോന്നി ഒരു ഫോട്ടോ എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി എടുത്താണ് കേട്ടോ. അതുപോലെ 2-3 പേരോട് ഞാൻ ഇന്നലെ പറഞ്ഞു ഡയറ്റ് കൺട്രോൾ ചെയ്യണമെന്ന് കേട്ടോ. അപ്പോൾ അവർക്ക് അയക്കാൻ വേണ്ടി എടുത്തതാണ്. ഞാനങ്ങ് വ്ളോഗായിട്ട് എടുത്തെന്നുള്ളേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ പ്രോട്ടീൻ കഴിക്കണം നന്നായിട്ട് കേട്ടോ. മുട്ട ഡെയിലി ഒന്ന് കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ ഡെയിലി ഒന്നും കഴിക്കാറില്ല. ഞാൻ മുട്ട ഇവിടെ ഇരിപ്പുണ്ട്, ആവശ്യമുള്ളപ്പോൾ കഴിക്കും. പിന്നെ മീൻ കഴിക്കും. ഇറച്ചി ചിക്കനൊന്നും ഞാൻ മാത്രമേ ഉള്ളൂന്ന് വാങ്ങാറില്ല കേട്ടോ. അത് എന്നോട് പലരും പറഞ്ഞ് മാത്രമേ ഉള്ളൂന്ന് പറയരുതെന്ന്. പിന്നെ എങ്കിലും ഞാനങ്ങ് പറഞ്ഞു പോകും കേട്ടോ. സത്യമല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ബീഫ് എനിക്ക് അലർജിയാണ് കേട്ടോ. എങ്കിലും മുട്ട വേണോ, പിന്നെ എന്തെല്ലാം കഴിക്കാമോ അതൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കഴിക്കാൻ അലർജി ഇല്ലാത്ത ഏത് സാധനം കിട്ടിയാലും കഴിക്കും. ഏത് ഫ്രൂട്ട്സ് കിട്ടിയാലും കഴിക്കും. ഏത് നട്ട്സ് കിട്ടിയാലും കഴിക്കും. അതിനെല്ലാം ലിമിറ്റുണ്ട് കേട്ടോ. അപ്പോൾ അല്ല ഈ ചോറും കൊണ്ട് തന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇത് കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നും പോരാന്ന്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്ന് എടുത്ത് കഴിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് അനുകരിക്കാവുന്നവർ അനുകരിക്കുക. ഗുഡ് ബൈ. അപ്പോൾ ഓക്കേ.